അഹങ്കാരത്തിൻ്റെ അവസാനം നാശമാണെന്നും വിനയത്തിൻ്റെ അവസാനം വിജയമാണെന്നും ഫിറൗൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ആരാണ് ഫിറൗൻ? അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ വിറപ്പിച്ച ഒരു രാജാവുണ്ടായിരുന്നു. അവന് അളവറ്റ സമ്പത്തുണ്ടായിരുന്നു, ശക്തമായ സൈന്യമുണ്ടായിരുന്നു, ജനങ്ങൾ അവൻ്റെ മുന്നിൽ തല കുനിച്ചിരുന്നു. അവസാനം അവൻ സ്വയം ദൈവമാണെന്ന് പോലും പ്രഖ്യാപിച്ചു. പക്ഷേ ഒരു ദിവസം തൻ്റെ മുഴുവൻ ശക്തിയും അധികാരവും ഉണ്ടായിട്ടും അവൻ നിസ്സഹായനായി. ആരാണ് ആ രാജാവ്? എന്തുകൊണ്ടാണ് ഇന്നും ലോകം അവനെക്കുറിച്ച് സംസാരിക്കുന്നത്? അതാണ് ഫിറൗൻ. ഫിറൗൻ്റെ കഥ. ഫിറൗൻ ആരായിരുന്നു? ആദ്യം ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഫിറൗൻ എന്നത് ഒരാളുടെ പേരല്ല. പുരാതന ഈജിപ്തിലെ രാജാക്കന്മാർക്ക് നൽകിയിരുന്ന പദവിയാണ് ഫറവോ. ഫറവോയുടെ അറബി രൂപമാണ് ഫിറൗൻ. അന്നത്തെ ഈജിപ്ത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. വമ്പൻ കൊട്ടാരങ്ങൾ, പിരമിഡുകൾ, അസംഖ്യം സമ്പത്ത്, ശക്തമായ സൈന്യം എല്ലാം അവരുടെ കൈകളിലുണ്ടായിരുന്നു. ഈ ശക്തിയും അധികാരവും ചില ഭരണാധികാരികളെ അഹങ്കാരികളാക്കി. അത്തരമൊരു കാലത്താണ് അള്ളാഹു മൂസ നബി അലൈഹി സ്വലാമിനെ സത്യസന്ദേശവുമായി അയച്ചത്. ഫിറൗൻ ഇസ്രായേൽ സന്തതികളെ അടിമകളാക്കി പീഡിപ്പിക്കുകയായിരുന്നു ആ കാലം. ജനങ്ങളെ ഭയപ്പെടുത്തിയും അടിച്ചമർത്തിയും അവൻ ഭരിച്ചു. മൂസ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ സന്ദേശവുമായി വന്നപ്പോൾ ഫിറൗൻ അത് സ്വീകരിച്ചില്ല. അവൻ തൻ്റെ അധികാരത്തിൽ അഹങ്കരിച്ചു. ചരിത്രം പറയുന്നത് പോലെ അവൻ ജനങ്ങളോട് ഞാനാണ് ഏറ്റവും വലിയ അധികാരിയെന്നും തൻ്റെ കൽപ്പനയ്ക്ക് മുകളിൽ ഒന്നുമില്ലെന്നും പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു. ഫിറൗന് പല അടയാളങ്ങളും മുന്നറിയിപ്പുകളും ലഭിച്ചിരുന്നു. അള്ളാഹുവിൽ നിന്ന് ഫിറൗന് പല അടയാളങ്ങളും മുന്നറിയിപ്പുകളും ലഭിച്ചു. എന്നാൽ അവൻ സത്യം അംഗീകരിച്ചില്ല. അധികാരത്തിൻ്റെ ലഹരി അവനെ അന്ധനാക്കിയിരുന്നു. അവസാനം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മൂസ നബിയും വിശ്വാസികളും രാജ്യം വിട്ടു. ഫിറൗൻ തൻ്റെ സൈന്യവുമായി അവരെ പിന്തുടർന്നു. മുന്നിൽ കടൽ, പിന്നിൽ ഫിറൗൻ്റെ സൈന്യം. അങ്ങനെ ഒരു സമയത്ത് രക്ഷപ്പെടാൻ വഴിയില്ലെന്ന് എല്ലാവർക്കും തോന്നിയ സമയത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കടൽ പിളർന്നു. മൂസ നബിയും വിശ്വാസികളും സുരക്ഷിതമായി കടന്നു. ഇത് കണ്ട ഫിറൗൻ തൻ്റെ സൈന്യവുമായി അതേ വഴിയിലൂടെ കയറാൻ ശ്രമിച്ചു. എന്നാൽ മൂസ നബിയുടെ കൂട്ടത്തിലുള്ള അവസാന വിശ്വാസിയും കടൽ കടന്നുപോയപ്പോൾ കടൽ വീണ്ടും അടഞ്ഞു. ആ സമയത്ത് ഫിറൗനും അവൻ്റെ സൈന്യവും വെള്ളത്തിനടിയിലായി. ഇന്നും ആളുകൾ ഫിറൗനെ ഓർക്കുന്നത് എന്തുകൊണ്ടാവാം? ഫിറൗന് സമ്പത്തുണ്ടായിരുന്നത് കൊണ്ടാണോ? അധികാരമുണ്ടായിരുന്നത് കൊണ്ടാണോ? സൈന്യമുണ്ടായിരുന്നത് കൊണ്ടാണോ? പക്ഷേ അവന് ഇതെല്ലാം ഉണ്ടായിരുന്നു. അവന് വിനയമില്ലായിരുന്നു. അഹങ്കാരം അവനെ നശിപ്പിച്ചിരുന്നു. യൂനുസ് സൂറത്തിലെ ഒരു വചനത്തിൽ ഇങ്ങനെ പറയുന്നു: നിന്റെ ശേഷമുള്ളവർക്ക് ദൃഷ്ടാന്തമാക്കാൻ വേണ്ടി നിന്റെ ശരീരം അള്ളാഹു സൂക്ഷിക്കുമെന്ന്. ഏറ്റവും ശക്തനായ മനുഷ്യനാണെന്ന് കരുതിയ ഫിറൗനെ ചരിത്രം മറന്നില്ല. അവൻ്റെ കൊട്ടാരങ്ങളും സമ്പത്തും ഇല്ലാതായി. പക്ഷേ അവൻ്റെ കഥ ഇന്നും ജീവിക്കുന്നു. കാരണം അധികാരത്തേക്കാൾ വലിയതാണ് സത്യം, സമ്പത്തിനേക്കാൾ വലിയതാണ് വിശ്വാസം. അഹങ്കാരത്തിൻ്റെ അവസാനം നാശമാണെന്നും വിനയത്തിൻ്റെ അവസാനം വിജയമാണെന്നും ഫിറൗൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.